ഹലോ ഹലോ. എന്തൊക്കെ പറയട്ടെ, ഒരു ഹിപ്നോട്ടിസ്റ്റ് ആൻഡ് മെന്റലിസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ അത് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പലർക്കും ഉള്ളൊരു പ്രശ്നമാണ് എന്നെ കാണുമ്പോഴും മറ്റേ മെന്റലിസ്റ്റ് അല്ലേ എന്ന് വെച്ചാൽ ഒന്ന് വരുന്ന ആളുണ്ട്. ഇപ്പൊ നിങ്ങൾ സംസാരിച്ച പോലെ ആദ്യം വന്ന മെന്റലിസ്റ്റ് എന്നാണ്. ആക്ച്വലി ഞാൻ മെന്റലിസ്റ്റ് അല്ല, ഞാൻ ഹിപ്നോട്ടിസ്റ്റ് ആണ്. മെന്റലിസം എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോം ആണ്. ഇതൊരു ആർട്ട് ഫോം തന്നെയാണ്. പക്ഷെ മെന്റലിസം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മാജിക്കിന്റെ ഹയർ ഫോം. മാജിക് എന്ന് പറയുമ്പോൾ കൺകെട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് കാണിക്കുന്ന മാജിക് ട്രിക്സ്. മറ്റത് മൈൻഡ് യൂസ് ചെയ്തിട്ടുള്ള ഗെയിംസ്, നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാതെ മൈൻഡ് യൂസ് ചെയ്യുന്ന ട്രിക്സ് ആണ് മെന്റലിസം. ഹിപ്നോസ് എന്ന് പറയുമ്പോൾ പക്ക നമ്മുടെ തലച്ചോറ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ അതൊരു ആർട്ട് ഫോം വിത്ത് മൈൻഡ്, അല്ലെങ്കിൽ അതേപോലെ സംഭവമാണ്. കുറച്ച് റിലാക്സ് സ്റ്റേറ്റിൽ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ കൊണ്ടുപോയിട്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യിക്കാനും പറയിക്കാനൊക്കെ പറ്റും. അതാണ് ഈ ഒരു ഹിപ്നോട്ടിസ്റ്റ് ആവുക എന്നുള്ള ഒരു ഐഡിയ അജ്മലിന് എങ്ങനെയാ വന്നത്? ഹിപ്നോട്ടിസ്റ്റ് ആവുക എന്നുള്ള ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലുള്ള കാര്യങ്ങളിൽ ഭയങ്കര ക്യൂരിയസ് ആണ്. ഒരു സൂപ്പർ നാച്ചുറൽ പവർ, സൂപ്പർ ഹീറോ, അങ്ങനെ പണ്ട് മുതലേ അത് കണ്ട് ശീലിച്ച ഒരാളായതുകൊണ്ട് ഇങ്ങനെ ഒരു എനർജി അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടോ, അങ്ങനെ ഒരു ശക്തി നേടിയെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരു ചിന്തയിൽ കൗതുകത്തിൻ്റെ പുറത്ത് സ്റ്റാർട്ട് ചെയ്ത് പഠിച്ചു തുടങ്ങിയത്. പക്ഷെ നമുക്കങ്ങനെ ഒരിക്കലും ഒരു സൂപ്പർ നാച്ചുറൽ പവർ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു സംഭവം, സൂപ്പർ ഹീറോസ് ഒന്നും ആവാൻ മനുഷ്യന് പറ്റത്തില്ല എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് മനസ്സിലായിട്ട് കൊണ്ടുവച്ചത്. മനസ്സ് അല്ലെങ്കിൽ മനസ്സിൻ്റെ ശക്തികൾ, മൈൻഡിൻ്റെ പവർ എന്താണ് എന്നൊക്കെ ഉള്ളതിനെ കൊണ്ട് ഇപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചതല്ല ഉടായ്പാണ്, ഇതേപോലെ പറഞ്ഞു ചെയ്യിപ്പിക്കുന്നതായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എൻ്റെ പല സുഹൃത്തുക്കൾ ചെയ്യുന്നവരുണ്ട്, പക്ഷെ അവരാരും പറഞ്ഞു തരത്തില്ല, അവർ അറിയുന്നവരാരും ഇത് ഷെയർ ചെയ്യത്തില്ല ഈ സാധനം. അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഇതിനെപ്പറ്റി ഇങ്ങനെ പഠിച്ചു, പുസ്തകങ്ങൾ വായിച്ചു, പിന്നെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ ചോദിച്ചപ്പോൾ അറിയുന്നവർ കുറച്ച് ഇൻഫർമേഷൻസ് തന്നു. അതിൽ നിന്ന് മനസ്സിലാക്കി പഠിച്ചെടുത്തു. പിന്നീട് ചെയ്യുന്ന പല ആളുകളുണ്ട്, അവരോടൊക്കെ കൂടി കുറേ കാലം മനസ്സിലാക്കി. ഇപ്പോൾ ലാസ്റ്റ് ലിജോ ജോസ് എന്ന് പറയുന്ന ചേട്ടനുണ്ട്, പുള്ളി ഇന്റർനാഷണൽ ഹിപ്നോട്ടിസ്റ്റ് ഒക്കെയാണ്. പുള്ളിയുടെ കൂടി പുള്ളി ഒരുപാട് കാലം പറഞ്ഞു തന്നു. അങ്ങനെയൊക്കെ ഇതിലോട്ട് എത്തിപ്പെട്ടു. അപ്പം ശരിക്കും ഇപ്പൊ ഈ ഹിപ്നോട്ടൈസ് ചെയ്യുന്നത് ഉടായിപ്പാണ്, ഇതിപ്പോ നേരത്തെ ക്യാമറയുടെ ബാക്കിൽ പറഞ്ഞിട്ട് ചെയ്യുന്നതാണ് എന്നൊക്കെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. അതിന്റെ സത്യം പറഞ്ഞാല് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സമയത്ത് ഞാനും ഇതേപോലെ തെറ്റിദ്ധരിച്ച ഒരാളാണ്. പക്ഷെ നമ്മുടെ തെറ്റുകൾ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അത് അന്വേഷിച്ച് അതിന്റെ ശരി കണ്ടെത്തുക എന്നുള്ളതാണ് ഒരാൾ ചെയ്യേണ്ട വസ്തുത. പക്ഷെ ഇവരെല്ലാരും ജസ്റ്റ് ഒരു വാക്കിലൊരു വീഡിയോ കണ്ടിട്ട് കമന്റ് ബോക്സ് ഉടായിപ്പല്ലേ, പറഞ്ഞു ചെയ്യുന്നല്ലേ എന്ന് അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവർ പറഞ്ഞിട്ട് പോകുന്ന. ഇന്ന് നമുക്ക് ഗൂഗിൾ ഉണ്ട്, ചാറ്റ് GPT ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, അല്ലെങ്കിൽ ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. എവിടെ വേണമെങ്കിലും പോയിട്ട് എന്താണ് ഹിപ്നോസിസ്, എന്താണ് ഹിപ്നോട്ടിസം, അല്ലെങ്കിൽ ട്രാൻസ് സ്റ്റേറ്റ് എന്താണ്, ഈ ഒരു സ്റ്റേറ്റിൽ പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരുപാട് സോഴ്സ് ഉണ്ട് നമുക്ക്. പക്ഷെ അതൊന്നും യൂസ് ചെയ്യാണ്ട് പെട്ടെന്നൊരു കമന്റ് ബോക്സിൽ വിവരമില്ലായ്മ എഴുതിയിട്ടിട്ട് പോകുന്നവരവരൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് അവരുടെ അറിവില്ലായ്മ അത്രേ ഉള്ളൂ. അപ്പൊ ശരിക്കും ഇത് നമ്മുടെ ബ്രെയിനിനെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് കൊണ്ടുപോയിട്ടുള്ള, അതായത് നമുക്ക് കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം കോൺഷ്യസ് മൈൻഡിലാണ്. ഞാൻ ചോദിച്ചത് ഇയാളുടെ പേരെന്തുവാ? അജ്ന. ഈ പേരെവിടെ നിന്ന് കിട്ടിയതാണ്? ജനിച്ചപ്പോൾ ഉള്ള വർഷങ്ങൾക്ക് മുമ്പ് കേട്ട പേര് ഇപ്പൊ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കുട്ടിക്കാലത്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം, ഫീഡ് വെച്ചിരിക്കുന്ന സാധനമാണ്. അതിപ്പം പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അജ്നയുടെ സ്പെല്ലിംഗ് എന്തുവായിരുന്നു? AJN. ഇതും സ്കൂളിൽ പഠിച്ചതല്ലേ വർഷങ്ങൾക്ക് മുമ്പ്, LKG 1ാം ക്ലാസ്സിലോ ഒക്കെ. അത് പെട്ടെന്ന് സ്പോട്ടിൽ ഇങ്ങനെ ഓർമ്മ വന്ന് പെട്ടെന്ന് അവിടെ പോയി നമ്മൾ അത് സെർച്ച് ചെയ്ത് എന്താണ് പേര്, വിത്തിൻ സെക്കൻഡ്സ് പോലും വേണ്ട അല്ലേ. ഞാനിപ്പോൾ സംസാരിക്കുന്നത് കോൺഷ്യസ് മൈൻഡിൽ ഇയാൾ കേൾക്കുന്നു, സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് പട്ടേന്ന് പറഞ്ഞ് എടുത്തോണ്ട് വരുന്നു. അതേസമയം എല്ലാ കാര്യം നമ്മുടെ ജീവിതത്തിൽ 99% നമ്മൾ യൂസ് ചെയ്യുന്ന സബ് കോൺഷ്യസ് മൈൻഡ്. സമയം എത്രയാണെന്ന് ചോദിച്ചാൽ പോലും നമ്മൾ വാച്ച് നോക്കും. നമ്മുടെ കയ്യിൽ വാച്ച് കെട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ഓർമ്മ എവിടെയാ? വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ അന്നേരം ഫീഡ് ചെയ്ത സാധനം കയ്യിൽ വാച്ച് ഉണ്ട്, തലച്ചോറ് പറയാ വാച്ച് നോക്കണം. അല്ലെങ്കിൽ വാച്ച് നോക്കിക്കഴിഞ്ഞാൽ സമയം നമുക്ക് നോക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതിൽ കിടക്കുന്ന സമയം ഇപ്പോൾ 2:07 സമയം. ഈ 2:07 എന്ന് പറയുന്നത്, 2 എന്ന് പറയുന്ന ലെറ്റർ നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ച നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ ടൈമും നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെയാണ്. നമ്മൾ ഇപ്പം നടക്കുന്ന ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഈ പറയുന്നത് കേട്ടോണ്ടിരിക്കുമ്പോൾ പോലും ഇയാൾ പല ചിന്തകളിൽ പോയിട്ടുണ്ടാവും, എവിടെയൊക്കെയോ ചിന്തകളിൽ പോയിട്ടുണ്ടാവും ഇല്ലേ, കണക്ട് ചെയ്ത് പോകും. അവിടെ സബ് കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ഇമാജിനേഷൻ സംഭവത്തിലേക്ക് നമ്മുടെ ചിന്തകളിലോട്ട് നമ്മളിങ്ങനെ വേറെ സ്ഥലത്തോട്ട് ഇങ്ങനെ മാറി പോകും. അത് തന്നെയാണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. ഫുള്ള് സബ് കോൺഷ്യസ് മൈൻഡ് ആണ്. ഇപ്പം നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡ് മാത്രമല്ല, കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഇടയിൽ ക്രിട്ടിക്കൽ മൈൻഡ് എന്ന സംഭവമുണ്ട്. അത് പല യൂസ് ചെയ്യുന്നു. ഒരു ഏജ് കഴിഞ്ഞാൽ ഭയങ്കര ക്രിട്ടിക്കലായിട്ട് നമ്മൾ പെരുമാറും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കുട്ടിക്കാലത്ത് CID മൂസ സിനിമ, ഒരു 3 കാറ്റഗറിയിലുള്ള ആളിരിക്കും. ഒരു കൊച്ചിരിക്കും, ഒരു 15 വയസ്സുള്ള ഒരു കൊച്ചു CID മൂസ സിനിമ കണ്ടാൽ അതിലെ കോമഡി ആയിട്ട് നമ്മൾ ചിരിക്കുക, കൊച്ചു ചിരിക്കുന്നതാണ്. ഒരു 20 വയസ്സുള്ള ഒരാൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് എൻജോയ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ. ഒരു 50 വയസ്സ് 60 വയസ്സുള്ള ഒരാൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സീരിയസ് ആയിട്ടിരുന്ന് കാണുന്നതാണ്, കോമഡി പോലും. അപ്പോൾ അവരുടെ ക്രിട്ടിക്കൽ മൈൻഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ലൈറ്റർ ഇയാളെ കത്തിച്ചിട്ട് ഞാൻ പറയുവാണ് തൊടാൻ പറഞ്ഞ അയാൾ തൊടുമോ ലൈറ്ററിൽ?
ഇല്ല. എന്തുകൊണ്ടാ? ചെയ്യാന്നറിയാം. കൈ പൊള്ളുമെന്നുള്ള സജഷൻ കുട്ടിക്കാലം മുതലേ ഏറ്റെടുത്ത് ചെയ്യുന്ന ക്രിട്ടിക്കൽ മൈൻഡ് ആണ്. വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കൊച്ചു കുട്ടിയുടെ അടുത്ത് കാല് തട്ടി കുട്ടി കരയുക, വേദനിക്കണം അല്ലെങ്കിൽ മറിഞ്ഞു വീണിട്ട് നമ്മളിങ്ങനെ കാല് പിടിച്ചിട്ട് വേദന പോയി എന്ന് പറഞ്ഞാൽ അയാൾ ആ കൊച്ചു നോക്കിയിട്ട് വേദന പോയി, നീ വേദന ഇല്ല എന്ന് പറയും. അതേസമയം വലിയ ഒരാളുടെ അടുത്ത് വന്നിട്ട് വേദന പോയി എന്ന് പറഞ്ഞാൽ അയാൾ പോടാന്ന് പറയും നമ്മളെ അടുത്ത്. അതാണ് ക്രിട്ടിക്കൽ. നമ്മൾ കാണുന്ന കാഴ്ചപ്പാടിനെയാണ് ആ ക്രിട്ടിക്കൽ മൈൻഡായിട്ട് കാണുന്നത്. അപ്പൊ ക്രിട്ടിക്കൽ മൈൻഡ് ബ്രേക്ക് ചെയ്ത് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഹിപ്നോസിസ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മളെ തെറ്റിദ്ധാരണയാണ്. പലരും വിചാരിക്കും ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ബോധമില്ലാതെ കിടക്കുവാണ്, നമുക്കൊന്നും അറിയത്തില്ല, മരിച്ചുപോയ സ്റ്റേറ്റാണ്, ഒന്നും അറിയാത്ത ഒരു മൈൻഡാണ്, അൺകോൺഷ്യസ് ആണ്. അൺകോൺഷ്യസ് വേറെ, അതിനെപ്പറ്റി ആരും പറയുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമുക്ക് എല്ലാം അറിയാൻ പറ്റും, എല്ലാം കേൾക്കാൻ പറ്റും, ഒക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ ബ്രെയിൻ വേവ്സ് ബീറ്റ ലെവലിലായിരിക്കും നിൽക്കുന്നത് എപ്പോഴും, കേൾക്കുന്ന കാര്യങ്ങളെല്ലാം. ബീറ്റയിൽ നിന്ന് നേരെ ആൽഫ സ്റ്റേജിലോട്ട് പോകും. അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പം നമ്മൾ ഡേ ടു ഡേ നമ്മൾ ഒരുപാട് ടൈം നമ്മൾ ഇതിനൊക്കെ പോകുന്നുണ്ട്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ഉറങ്ങാൻ കിടക്കും, നമ്മൾ രാവിലെ ചിന്തിക്കും ഇന്നലെ എപ്പോഴാണ് ഉറങ്ങിയത്, ഇല്ലേ? ഉറങ്ങിയ സമയം എപ്പോഴാണ് നമുക്കറിയോ? ഇല്ല, എപ്പോഴോ ഉറങ്ങി. ആ ഉറങ്ങുന്ന ആ ഒരു സ്റ്റേറ്റ് ഏറ്റവും റിലാക്സിങ് ബോഡി പോകുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബ്രെയിൻ ആൽഫ സ്റ്റേറ്റിലായിരിക്കും, ഈ ഒരു ട്രാൻസ് സ്റ്റേറ്റിലൂടെ പോവുക. അത് കഴിഞ്ഞ് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എങ്ങീക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ എങ്ങീച്ചത്, പെട്ടെന്ന് എങ്ങനെ എങ്ങീച്ചല്ലേ, എങ്ങീച്ച് നമ്മൾ എങ്ങീറ്റ് എങ്ങനെ, ആ സ്റ്റേറ്റ് എങ്ങനെ നമുക്ക് അറിയത്തില്ല, നമ്മൾ എഴുന്നേറ്റ് ഉറക്കത്തിൽ നിന്ന്. ആ ഒരു ടൈമിൽ നമ്മൾ ഈ ഒരു സെയിം സ്റ്റേറ്റിലൂടെയാണ് പോകുന്നത്. രാവിലെ ഭയങ്കര ഫ്രഷ് ആയിരിക്കും നമ്മളല്ലേ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന സമയത്ത്. ആ ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നത് തന്നെ നമ്മൾ ആ ഹിപ്നോസിസ് അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ് സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അത് സത്യം പറഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹിപ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഏറ്റവും റിലാക്സേഷൻ കൊടുക്കുകയാണ്. നമുക്ക് ഒരാളുടെ അനുവാദമില്ല റോട്ടിലൂടെ പോകുന്ന ഒരാളെ പിടിച്ച് ഉറക്കിയിട്ട് തട്ടിക്കൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല. എല്ലാ ഹിപ്നോസിസും സെൽഫ് ഹിപ്നോസിസ് ആണ്. എവറി ഹിപ്നോസിസ് സെൽഫ് ഹിപ്നോസിസ്. അവരുടെ വില്ലിങ്ങോട് കൂടി മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് ഹിപ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ആ തെറ്റിദ്ധാരണകൾ മാറ്റാനായിട്ട് നമ്മൾ പല പബ്ലിക് പ്രോഗ്രാംസും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കോഴിക്കോട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ ഇനിയിപ്പം ട്രിവാൻഡ്രത്ത് ചെയ്യുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ശരിക്കും നമ്മുടെ മൈൻഡിലുള്ള കാര്യങ്ങളെല്ലാം എടുക്കാൻ പറ്റും. ഞാനിത് മെന്റലിസ്റ്റ് ഫാസിൽ ബഷീറിന്റെ അടുത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു സ്റ്റേറ്റിലോട്ട് പോയിട്ട് ഇവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ എത്രത്തോളം കടന്നു ചെല്ലാൻ പറ്റും എന്നുള്ളതിനൊരു ബൗണ്ടറി ഉണ്ടോ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞത് അങ്ങനെ ഒരു കടന്നു ചെല്ലാൻ പറ്റില്ല എന്നുള്ള രീതിക്കാണ് പറഞ്ഞത്. ഇല്ല, നമുക്ക് എത്തിപ്പെടാൻ പറ്റും. കാര്യം അവർ വില്ലിങ് ആണ്, അവർക്ക് ഓക്കെയാണ്. ഇപ്പോൾ ഒരു താല്പര്യമില്ലാത്ത ഒരാളിനെ പിടിച്ച് കടത്തിയിട്ട് അവർ ചോദിച്ചാൽ അവരൊന്നും പറയത്തില്ല. നമ്മളെ A-to-Z കാര്യങ്ങൾ നമ്മുടെ തലച്ചോറിൽ സേവഡാണ്. കുട്ടിക്കാലം മുതലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ തലച്ചോറിൽ സേവഡാണ്. അപ്പോൾ ആൾമോസ്റ്റ് ഉള്ള കാര്യങ്ങളെല്ലാം അവരുടെ മെമ്മറിയിൽ സേവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അവർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമ്മളോട് ഷെയർ ചെയ്യാൻ അവർക്ക് സമ്മതമാണെങ്കിൽ അവരുടെ അടുത്ത് ആ ഒരു സ്റ്റേറ്റിലും ചോദിക്കും, നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം തരാൻ സമ്മതമാണ്. അവരുടെ അനുമതി ഇല്ലാണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല ഒരു കാര്യങ്ങളും. അവരുടെ അനുമതിയോടുകൂടി അവർക്കത് ചിലപ്പോൾ അവരുടെ ഏതെങ്കിലും മനസ്സിൻ്റെ ഉള്ളറയിൽ കിടക്കുന്ന ഏതെങ്കിലും വിഷമങ്ങളായിരിക്കും ചിലപ്പോൾ അതൊക്കെ. അപ്പോൾ അതൊക്കെ അവർക്ക് പറയാൻ താല്പര്യം, ചിലപ്പോൾ ക്ലെൻസ് ചെയ്ത് കളയും. അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഹാപ്പിനെസ് കിട്ടും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവർക്കത് പറയാനാണെങ്കിൽ നമുക്ക് പറ്റും, ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റും, ഉറപ്പായിട്ടും പറയാൻ പറ്റും അവർക്കത് 100%. ഒരു എത്തിക്കൽ ബൗണ്ടറി കീപ്പ് ചെയ്യാറുണ്ടോ? എപ്പോഴും ഒരാളുടെ അനുമതി ഇല്ലാതെ അവരുടെ ഒരു കാര്യം നമ്മൾ ചോദിക്കത്തില്ല. ഈ ഒരു സ്റ്റേറ്റ് ഇപ്പോൾ അവർക്ക് കൊടുക്കുന്ന വാക്കാ. നമ്മൾ ഹിപ്നോസ് ചെയ്യുമ്പോൾ തന്നെ നോട്ട് ചെയ്താലും പബ്ലിക് ചെയ്താലും എവിടെ ചെയ്താലും, ചേട്ടാ എൻ്റെ രഹസ്യങ്ങളൊന്നും പുറത്ത് പറയല്ലേ, കാമുകിയുടെ പേര് പുറത്ത് പറയല്ലേ പിന്നെ നമ്മളെപ്പോഴും പറയും, ഇല്ല അതൊന്നും പറയത്തില്ല, നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് മാത്രമാണ് നമ്മുടെ ഹിപ്നോസ് ചെയ്യുന്നത്. ചെറിയ എൻ്റർടൈനിങ് മാത്രം, അല്ലാണ്ട് അവരുടെ പേഴ്സണൽ കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാര്യങ്ങളോ അവർ ആരും പറയാനായിട്ട് ഹൈഡ് ചെയ്യുന്ന കാര്യങ്ങളോ ഒന്നും നമ്മൾ ചോദിക്കത്തില്ല. അത് നമുക്ക് അറിയാൻ വേണ്ട. അങ്ങനെ അവരുടെ അനുമതി ഇല്ലാതെ അവരുടെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കൊണ്ടുവരാനൊന്നും പറ്റത്തൊന്നുമില്ല. അവരുടെ അനുമതി ഇല്ലാതെ പറ്റില്ല. അവരുടെ നാക്കിൽ നമുക്ക് കേൾക്കാനും പറ്റത്തുള്ളൂ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.